നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 4 ഫെബ്രുവരി 4 എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയും, ലോക ക്യാൻസർ ദിനം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയതായിട്ടുള്ളൊരു സംസാരം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അവയർനെസ്. ഞാനൊരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റോ മെഡിക്കൽ ഓൺകോളജിസ്റ്റോ ഒന്നല്ല. പക്ഷേ 86 ഞാനൊരു റേഡിയോതെറപ്പിയുടെ ഡിഗ്രി എടുത്താണ്. അത് കഴിഞ്ഞിട്ടും ഞാൻ കുറെ കാലം ഓൺകോളജിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ വലിയ വലിയ സെന്റേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. VPG സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ അറിവുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ 10-30 കൊല്ലമായിട്ട് ഈ ഫീൽഡ് ഉണ്ടായതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫീൽഡാണ് പാലിയേറ്റീവ് കെയർ. അതിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻസർ അതിൻ്റെ അളവ് കൂടി വരുന്നുണ്ട് എന്നുള്ളൊരു ഭയം പണ്ടെന്നെ ഉണ്ട്. അതിപ്പോൾ കുറച്ച് ഒരുമാതിരി ശരിയായിട്ട് വരുന്നുണ്ട്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശരിക്കും അളവ് കൂടിയിട്ടുണ്ടോ, അല്ല അതിൻ്റെ ഡിറ്റക്ഷൻ, അത് കണ്ടുപിടിക്കുന്നത് കൂടിയിട്ടുണ്ടോ. പണ്ടത്തെ കാലത്ത് ഇത് അറിയാണ്ട് പോകും. ഇതിപ്പോൾ അങ്ങനെയല്ല. കുറേ ആൾക്കാർക്ക് നമുക്ക് എന്താ പ്രോബ്ലം വന്നതെന്നുള്ളത് അറിഞ്ഞിട്ട് അവർ ട്രീറ്റ്മെന്റിലൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ നമ്പർ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും നമ്പർ കൂടിയിട്ടും ഉണ്ടാവായിരിക്കാം. അങ്ങനെ 2 വിധത്തിലും നമുക്ക് പറയാം. പിന്നെ എന്താണ് ഈ ക്യാൻസർ എന്ന് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതൊരു മഹാരോഗമാണെന്ന് മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. അതൊരു ആക്ച്വലി നമ്മുടെ കോശങ്ങൾ ഇങ്ങനെ കൂടി മൾട്ടിപ്ലൈ ചെയ്യും. നമ്മുടെ ദേഹത്തിൽ ഉള്ള കോശങ്ങൾ സാധാരണയായിട്ട് തന്നെ ദിവസേന ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൽ കുറേ എണ്ണം അത് ചത്തുപോവുകയും ചെയ്യും കോശങ്ങൾ. അപ്പോൾ അതിൻ്റെ ആ ബാലൻസ് അത് മെയിൻറ്റെയിൻ ചെയ്ത് ദേഹം ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ വ്യത്യാസമില്ല. പക്ഷെ എപ്പോഴാണ് ആ ബാലൻസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തെറ്റിപ്പോകുന്നതോ അങ്ങനെ വരുന്ന ഒരു രോഗമാണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞ ഈ രോഗം. അപ്പോൾ ഇത് ഒരാളുടെ അടുത്ത് നിന്ന് ഒരാൾ പകർച്ച രോഗമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാക്ടീരിയോ അല്ലെങ്കിൽ ഓർഗാനിസം കൊണ്ട്, വൈറസിനെ കൊണ്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് വരാം. പക്ഷെ ഡയറക്റ്റായിട്ട് ഒരു കൊതു കടിച്ച ക്യാൻസർ ഒന്നും വരില്ല. അപ്പോൾ ഈ പല തെറ്റിദ്ധാരണകൾ ആൾക്കാർക്കുള്ളതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ എങ്ങനെയാ ഇപ്പോൾ എനിക്ക് അറിയാം അങ്ങനെ ഇപ്പോൾ കുറേ അല്ല കേൾക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ കുട്ടി അറിയണമെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇതൊരു വളരെ കോമൺ ക്വസ്റ്റ്യനാണ്. അതിനാണ് നമുക്ക് സ്ക്രീനിങ് എന്ന് പറയും. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ പൊതു പോപ്പുലേഷൻ, ജനറൽ പോപ്പുലേഷനിൽ നമ്മൾ